Assalamualaikum guys, Techniques YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. ഗയ്സ് നമ്മൾ വന്നിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് ആയിട്ടുള്ളത് K17 Pro സ്മാർട്ട് വാച്ച്. ഇത് ആപ്പിൾ ലോഗോ വരുന്ന മോഡൽ സ്മാർട്ട് വാച്ച്. അതുപോലെ തന്നെ i7 Pro Max എന്ന ഹൈ വാച്ച് പ്രോ എന്ന ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യുന്ന ഒരു i7 Pro Max എന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ടും 44mm വരുന്ന രണ്ട് നല്ല അടിപൊളി മോഡൽ സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ രണ്ട് വാച്ചിൻ്റെ VS ചെയ്യുന്ന ഒരു ഡിഫറൻറ്റ് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ വാച്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, 3 മെനു സ്റ്റൈൽസ്, അതുപോലെ തന്നെ 2800 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് i7 Pro Maxൻ്റെ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ ഡ്രയലാണ് വാച്ച് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നമുക്ക് യൂസർ മാനുവൽ, അതാ ഈ ഒരു വാച്ച് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യുന്ന അഥവാ യൂസ് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് അറിയിക്കുന്നൊരു യൂസർ ഗൈഡാണ് കൂടെ വന്നിരിക്കുന്നത്. ദെൻ നമുക്കൊരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പം നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ്. ദെൻ നമുക്ക് ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. 2 പിൻ വരുന്ന കേബിൾ വരുന്ന ഒരു വയർലെസ്സിൻ്റെ കേബിളാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് വാച്ചിൻ്റെ ഈ i7 Pro Max എന്ന ഒരു വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കേബിളാണ് വരുന്നത്. അതാണ് ഈ ഒരു വാച്ചിന് ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് K17 അത്യാവശ്യം ക്വാളിറ്റി വരുന്ന മോഡലാണ്. ഏറ്റവും ലോ ക്വാളിറ്റി വരുന്ന ഒരു മാർക്കറ്റിൽ കളിക്കുന്ന മോഡലാണ് i7 Pro Max. ദെൻ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വാച്ച് എന്നൊക്കെ എഴുതിയ K17 Pro, അത് വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്ന ഒരു മോഡലാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ജസ്റ്റ് ഒന്ന് VS ചെയ്ത് നമുക്ക് ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചൊന്ന് പരിചയപ്പെടുത്തി ജസ്റ്റ് ഒന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ജസ്റ്റ് വാച്ചിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന 2 ബോക്സിലാണ് വാച്ച് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പറിൽ പാക്കിങ്ങാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന മറ്റൊരു ബോക്സാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ആ ബോക്സും കൂടെ ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ്. ഫസ്റ്റ് നമുക്ക് യൂസർ മാനുവൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഡിവൈസ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ WW ഫിറ്റ് എന്ന ആപ്ലിക്കേഷനാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ്, ഈ സ്ട്രാപ്പ് ഫില്ല് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ നമുക്ക് യൂസർ മാനുവലിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നമുക്ക് വരുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ബോക്സിലായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് കൂടെ വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെയായാലും വാച്ചിനനുസരിച്ചുള്ള പ്രൈസ് റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റിയാണ്. ദെൻ നമുക്ക് ത്രൂ വയർലെസ് ചാർജറാണ് വന്നിരിക്കുന്നത്. നമ്മൾ i7 Pro Max കണ്ടതുപോലെയല്ല, ഇത് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന നല്ല പുതിയൊരു മോഡലാണ്. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കേബിളും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിവൈസാണ് K17 Pro, അഥവാ ആപ്പിൾ ലോഗോ വരുന്നൊരു മോഡലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചിട്ടാണ്. ഇതുപോലെ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മെല്ലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. പ്രത്യേക പിന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല, വയർലെസ് ആണ്. ഓക്കെ, അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു കേബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 വാച്ചുകൾ. ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഇടത് സൈഡിൽ കാണുന്നത് i7 Pro Max, ഇതിന് വലത് സൈഡിൽ വരുന്നത് K17 Pro, അപ്പോൾ ആപ്പിൾ ലോഗോ വരുന്ന മോഡൽസാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള VS ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ i7 Pro Maxൽ നമുക്ക് ഹൈ വാച്ച് എന്ന് കാണാൻ പറ്റും. മറുഭാഗത്ത് K17 Proയിൽ നമുക്ക് ആപ്പിൾ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത. ഓപ്പൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും ആപ്പിൾ ലോഗോ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന മോഡലാണ്. സിമ്പിൾ പ്രൈസിൽ വരുന്ന ഒരു മോഡലാണ് i7 Pro Max. മറുഭാഗത്ത് നിൽക്കുന്ന K17 Pro ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും കൂടിയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. സിമ്പിൾ പ്രൈസിൽ നോർമൽ പ്രൈസിൽ വരുന്ന ഒരു മോഡലാണ് K17 Pro. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഫുള്ള് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് i7 Pro Maxൽ നമുക്ക് ഒരുപാട് ഫീസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 5-6 ഫീസ് നമുക്ക് i7 Pro Maxൽ നമുക്ക് അവൈലബിൾ ആണ്. മറിച്ച് നമുക്ക് K17 Proയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ ഫേസ് വരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് ഫേസ് യൂസ് ചെയ്യാൻ പറ്റും. സെയിം തന്നെ i7 Pro Maxൽ നമുക്കും ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്താണ് നമുക്ക് ഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ സീരീസ് 7ൽ വരുന്ന ഫേസ്, അതുപോലെ തന്നെ കസ്റ്റം വാച്ച് ഫേസ് യൂസ് ചെയ്ത ഒരു മെസ്സിയുടെ ഫോട്ടോ വെച്ച് കസ്റ്റം വാച്ച് ഫേസ് യൂസ് ചെയ്ത ഒരു ഫോട്ടോ വരുന്നുണ്ട്.
ഇത് നമുക്ക് K17 Pro എന്നൊരു മോഡലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. i7 Pro Maxൽ നോർമലി ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വന്നിട്ട്, അപ്പോൾ അതിനെക്കാട്ടിൽ നല്ല ബെറ്റർ ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന നൈക്ക് എഡിഷനിലൊക്കെ വരുന്ന ഫേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കാണാം നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ക്ലാരിറ്റി, അതുപോലെ തന്നെ ടച്ച് സ്മൂത്തും നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ വാച്ച് ഫേസ് തന്നെ, വാച്ചിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വാച്ച് ഫേസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എഡ്ജ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സെയിം തന്നെ എഡ്ജ് വരുന്ന ഒരു മോഡൽ തന്നെയാണ് i7 Pro Maxൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സീരീസ് 7ൽ വരുന്ന ഡിസൈനാണ് മെയിനായിട്ട് ഈ i7 Pro Max എന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഡ്ജ് കാണിക്കാൻ ഒന്നുകൂടെ ഇറങ്ങിയതായിട്ട് നല്ലൊരു ഫിനിഷിൽ വരുന്ന ഒരു എഡ്ജാണ് K17 Pro എന്നൊരു മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷ് ഉണ്ടാവും. ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, നല്ല പക്ക ഫിനിഷിൽ വരുന്ന ഒരു മോഡലാണ് K17 Pro എന്ന ഈ ഒരു മോഡൽ. ഇത് നമുക്ക് ജസ്റ്റ് രണ്ടും കൂടെ വെച്ചൊന്ന് പരിചയപ്പെടാം. നമുക്ക് വാച്ചിൻ്റെ ടോട്ടലി ഒരു ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും രണ്ട് വാച്ചുകൾക്കും സ്ക്രോളിംഗ് ഓപ്ഷനുള്ള പവർ ബട്ടനാണ് വന്നിരിക്കുന്നത്. സ്ക്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, തൊട്ടടിയിൽ മൈക്ക, മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, മൈക്ക് കാണാൻ പറ്റും. ദെൻ തൊട്ടടിയിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു പവർ ബട്ടൺ. ഓക്കെ, ഈ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും i7 Pro Maxൽ നമുക്ക് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ തന്നെ 2 പിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പിൻ വെച്ച് നേരത്തെ കാണിച്ച പോലെ 2 പിൻ വെച്ച് മറ്റേ K17 Proയിൽ നമുക്ക് വന്നിരിക്കുന്നത് വയർലെസ് ആണ്, അതായത് എക്സ്ട്രാ പിന്നും കാര്യങ്ങളൊന്നുമില്ല. ദെൻ അതിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ സിംഗിൾ ഹോളിൽ വരുന്ന സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7ൽ വരുന്ന സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സ്പീക്കറാണ് വാച്ചിൻ്റെ സൈഡ് ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ സെയിം ഒരു ആപ്പിൾ വാച്ചിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് രണ്ട് വാച്ച് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡിഫറൻറ്റ് വരുന്നതിൻ്റെ സെറ്റിങ്സിലാണ്. അപ്പോൾ ഒരു മെനു സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും, സ്മാർട്ട് സ്റ്റൈൽ കണ്ടു. അപ്പോൾ ആ ഒരു നോർമൽ സ്മൂത്തും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഡിഫറൻ്റായിട്ട് വരുന്ന ഒരു മെനു സ്റ്റൈൽസ്, 3 മെനു സ്റ്റൈൽസാണ് നമുക്ക് i7 Pro Maxൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഡിഫറൻറ്റ് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് K17 Proയിൽ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, K17 Proയിൽ അങ്ങ് നീക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളി സ്മൂത്തിൽ വരുന്നത്. അതിൻ്റെ സ്മാർട്ട് സ്റ്റൈൽ കാണാൻ പറ്റും, പക്ക സ്മൂത്താണ്. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഹൈ സ്മൂത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നല്ല കിട്ടുന്ന മോഡലും കൂടിയാണ്. അതുപോലെ തന്നെ ലിസ്റ്റ് മോഡൽ വരുന്ന മറ്റൊരു ഡിഫറൻറ്റ് മെനു സ്റ്റൈലാണ്. ഇത് ടോട്ടലി നമുക്ക് ഒരു 4 മെനു സ്റ്റൈൽസ് നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, 9 ആപ്പ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഐക്കണും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നല്ല പക്ക അടിപൊളിയായിട്ട് വരുന്ന ഒരു സെയിം ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് K17 Pro എന്ന ഈ ഒരു മോഡൽ. പിന്നെ കൺട്രോൾ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മുകളിൽ നിന്ന് ജസ്റ്റ് അടിക്ക് സ്ലൈഡ് ചെയ്ത് രണ്ടിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് i7 Pro Maxൽ നമുക്ക് കോളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഡയറക്റ്റ് കോൾ ചെയ്യാം. കോൺടാക്റ്റ് ലിസ്റ്റ് വരുന്നുണ്ട്, ജസ്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു നമ്പറാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറുഭാഗത്ത് സീരീസ് 7 അതുപോലെ തന്നെ K17 Proയിലെ ബാറ്ററി ചാർജ് എത്ര, അതുപോലെ WW ഫിറ്റിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് അലാറത്തിലേക്ക് കടക്കാൻ പറ്റും. ദെൻ മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കൂടെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെനു സ്റ്റൈൽസ്. അടിയിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്താലേ K17 കിട്ടുള്ളൂ. മറുഭാഗത്ത് K17 ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സിമ്പിളായിട്ട് മെനു സ്റ്റൈൽസ്ക്ക് തന്നെ കടക്കുന്ന രീതിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, Pro Max എന്ന മോഡലിൽ വരുന്ന ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടും. ഫസ്റ്റ് നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൈറ്റ്സ്, ഡയൽ സെറ്റിങ്സ്, റണ്ണിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡയൽ പേഡ് വരുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് തന്നെ വാച്ചിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റും, നമ്പർ അടിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് വരുന്നുണ്ട്, സ്റ്റോപ്പ് വാച്ചർ, സ്ലീപ്പിങ്ങിൻ്റെ ഓപ്ഷൻ, BT ക്യാമറ വരുന്നുണ്ട്, വെതർ എത്രയെന്നുള്ള ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെസ്സേജ് അഥവാ നോട്ടിഫിക്കേഷൻസ് ആണ് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. റീസെറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, ഡുവൽ മോഡ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തുടങ്ങി ഒരുപാട് നമുക്ക് ഓഫ് ആകുന്ന സമയത്ത് വാച്ച് നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മെനു സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മോറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എബൌട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എബൌട്ടിൽ നമുക്ക് വാച്ചിൻ്റെ നെയിം i7 Pro എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെറ്റ് ലാംഗ്വേജ് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് വാച്ചിൽ നിന്ന് സെറ്റ് ചെയ്യാം. then നമുക്ക് ടൈം സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നല്ല കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും സിമ്പിൾ പ്രൈസ് ആണെങ്കിൽ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. then മറുഭാഗത്ത് നമ്മൾ ഈ K17 Pro എന്ന മോഡൽ നമ്മൾ നോക്കുകയാണെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ നമുക്ക് സ്ലീപ്പ് മോഡ്, അപ്പോൾ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് സെൻസറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ദെൻ ബ്രീത്സും കാര്യങ്ങൾ, കാലണ്ടർ, BT ക്യാമറ, iOS ആൻഡ്രോയിഡ് കണക്ട് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, തന്നെ ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഡയൽ പേഡും കാര്യങ്ങളും അവൈലബിൾ ആണ്. ECG ചെക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ്, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്.
നമുക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് ഐക്കണിൽ നല്ല അടിപൊളി ഐക്കണിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോക്ക് സ്റ്റൈൽ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. ദെൻ പവർ സേവിങ് മോഡ് വരെ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. സെറ്റിങ്സിലെ പരിചയപ്പെടുകയാണ് BT പവർ ഓൺ ഓഫ് വരുന്നുണ്ട്. ഡയറക്റ്റ് വാച്ചിൽ തന്നെ കണക്ട് ചെയ്യാം. ദെൻ നമുക്ക് ക്ലോക്ക് അഥവാ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ദെൻ നമുക്ക് സൗണ്ട് കാണാൻ പറ്റും, വൈബ്രേഷൻ ഓൺലി, നോട്ടിഫിക്കേഷന് റിംഗ് ടോണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വോള്യത്തിൽ നമുക്ക് എത്ര ലെവലിലാണ് വേണ്ടത്. ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. മെനു സ്റ്റൈൽസ് വരുന്നുണ്ട്, ബ്രൈറ്റ്നസ് കൂട്ടാം കുറക്കാൻ എല്ലാ ഓപ്ഷൻസും നമുക്ക് അറിയാൻ പറ്റും. ദെൻ യൂണിറ്റിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി കാണിച്ചുതരാം. ഇതുപോലെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻ്റർനാഷണൽ നമുക്ക് ലാംഗ്വേജസാണ് വരുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. റീസെറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ വാച്ചിൻ്റെ നെയിം കാണാൻ പറ്റും, സീരീസ് 7. അതുപോലെ തന്നെ മോഡൽ A2376 എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിൻ്റെ നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നല്ല ഡീപ്പായിട്ടുള്ള നല്ല സെറ്റിങ്സ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകതയാണ് ഇത് ഗെയിം വരിക എന്നുള്ളത്. അപ്പോൾ ഏതൊരു വാച്ചിൻ്റെയും ക്വാളിറ്റി എടുത്ത് കാണിക്കുന്ന ഒരു മോഡലാണ് ഗെയിം കളിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഗെയിം കളിക്കാം. ടച്ചും കാര്യങ്ങളും സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിം ഒരു വാച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ടോട്ടലി ആ ഒരു വാച്ചിൻ്റെ ഒരു ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി ആണെന്ന് കാണിക്കാനാണ് ഗെയിം വരുന്നത്. ഗെയിം നമുക്ക് കളിച്ചിരിക്കാനല്ല എങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ആണെന്ന് തെളിയിക്കുന്ന ഒരു തീമാണ് ഗെയിം എന്ന ഓപ്ഷൻ മോഡലിൽ വന്നിരിക്കുന്നത്. അപ്പം കാണാൻ പറ്റും, ഒരു കാർ ഗെയിം കാണാൻ പറ്റും. ടോട്ടലി ഇതിൽ നമുക്ക് 4 ഗെയിംസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നില്ല. ടോട്ടലി എങ്കിലും നമുക്ക് 4 ഗെയിംസ് നമുക്ക് ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് K17 Pro. ഈ 2 വാച്ചിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫുൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ലോ പ്രൈസിൽ വരുന്ന ഒരു മോഡലാണ് i7 Pro Max. എങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളിപ്പോൾ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു K17 ഡിഫറെൻ്റായി കാണിക്കുമ്പോൾ നമുക്ക് ലോ പ്രൈസിൽ വരുന്ന i7 Pro Max നല്ലൊരു സിമ്പിൾ പ്രൈസിൽ അത്യാവശ്യം നല്ല നോർമൽ ക്വാളിറ്റിയും അതുപോലെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്ന നല്ലൊരു മോഡൽ തന്നെയാണ്. മറിച്ച് നമ്മുടെ K17 Pro ഒരിക്കലും നമ്മൾ i7 Pro Maxുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് K17 Pro. നല്ല സ്മൂത്ത് വരുന്ന നല്ല പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വരുന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.